ഇറാനിലെ മുസ്ലിം മതമൗലികവാദികളുടെ ഭരണകൂടത്തെ മാറ്റുകയാണോ ഇസ്രായേലിന്റെ ലക്ഷ്യം? തങ്ങൾ ഇറാനിലെ ജനങ്ങൾക്കെതിരല്ലെന്നും ഈ അവസരം ഇറാനിലെ മർദ്ദക ഭരണകൂടത്തെ മാറ്റാൻ ജനങ്ങൾ ഉപയോഗിക്കണമെന്നുമാണ് നെതന്യാഹു പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ ഇറാനിലെ ഇസ്ലാമിക ഭരണത്തിനെതിരായി ജനങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ഇറാനിലെ സാമ്പത്തിക നില ശോചനീയമാണ്. സ്ത്രീകളെയും ന്യൂനപക്ഷങ്ങളെയും ഇറാനിലെ ഇസ്ലാമിക മതമൗലികവാദികളുടെ ഭരണകൂടം അടിച്ചമർത്തുകയാണ്. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ 22-കാരി മഹ്സ അമീനിയെ ജയിലിലിട്ട് മർദ്ദിച്ചു കൊന്നതിനെതിരായി വലിയ ജനകീയ പ്രക്ഷോഭമായിരുന്നു ഇറാനിൽ നടന്നത്. ഇറാനിലെ ആയത്തുള്ള ഖമീനി ഭരണകൂടത്തിനെതിരായ ശക്തമായ ഭീഷണിയാണ് ഇസ്രായേൽ ഉയർത്തിയിരിക്കുന്നത്. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ ഇറാന്റെ പ്രധാന ആർമി തലവന്മാരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇറാന്റെ ആണവ പദ്ധതിയെല്ലാം അവതാളത്തിലായി. ഇറാന്റെ പിന്തുണയുള്ള ഹമാസിനെ തുടച്ചു നീക്കാനാണ് ആദ്യം ഇസ്രായേൽ ശ്രമിച്ചത്. അതിലൊരു പരിധിവരെ വിജയിച്ച ഇസ്രായേൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരെയും ലെബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ളയെയും ആദ്യം ദുർബലമാക്കി. ഇറാന്റെ മറ്റൊരു സഖ്യകക്ഷിയായ സിറിയയിൽ ബഷർ അൽ അസദ് ഭരണത്തിൽ നിന്ന് പുറത്തായതോടെ അവർക്ക് സിറിയയുമായുള്ള ബന്ധവും നഷ്ടമായി. അതുപോലെ ദമാസ്കസിലെ ഇറാനിയൻ എംബസി ആക്രമിച്ച ഇസ്രായേൽ അവരുടെ പ്രമുഖ മിലിറ്ററി കമാൻഡറെയും വകവരുത്തിയിരുന്നു. 1979-ൽ ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം വരുമ്പോൾ പുറത്തായ അന്നത്തെ ഭരണാധികാരി ഷാ റിസ പഹലവിയുടെ മകനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇറാനിലെ ഭരണം ഏൽപ്പിക്കാനാവുമോ എന്നും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്.